ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആർക്ക് ഓഫ് പ്രോഫസിയുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ തൃത്വത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇനി 4ാം ഭാഗത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ തൃത്വം എന്താണെന്ന് പഠിച്ചു. അതേപോലെ എന്താണ് കത്തോലിക്കരുടെ തൃത്വവും നമ്മൾ വിശ്വസിക്കുന്ന തൃത്വം എന്താണ് ആന്റി ട്രിനിറ്റേറിയൻസ്, തൃത്വത്തിനെതിരെ സംസാരിക്കുന്നവരുടെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുകയാണ്. അതേപോലെ ക്രിസ്തു ആരാകുന്നു നമ്മൾ ചിന്തിച്ചു. ക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ കുറിച്ച് ചിന്തിച്ചു. തിരുവചനത്തിലൂടെ സ്പിരിറ്റ് ഓഫ് പ്രോസസിലൂടെ നമുക്ക് അതെങ്ങനത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അവസാന ഭാഗമാണ് ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ്. പരിശുദ്ധ ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൈവമാണോ, ഒരു വ്യക്തിയാണോ, അത് വെറും ശക്തിയാണോ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടെത്തുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഇതിന് ഒരു ഭാഗം കൂടെ ഉണ്ടായിരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എനിക്ക് ചോദ്യങ്ങൾ അയച്ചു തരാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എനിക്ക് തൃത്വത്തെക്കുറിച്ച് ഒരു ചോദ്യം പോലും ലഭിക്കാത്തത് കൊണ്ട് ഇനിയൊരു ഭാഗം ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ്. കാരണം ഇതുവരെ എനിക്ക് ചോദ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങൾ, അങ്ങനെ ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് വേറൊരു എപ്പിസോഡ് കൂടി ഇടാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് വേറെ 2 ചോദ്യങ്ങൾ കിട്ടിയിട്ടുള്ള വേറെ വിഷയത്തെക്കുറിച്ചാണ്. ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് ഒരു വരുന്ന വീഡിയോ സെഗ്മെന്റുകളിൽ നമ്മൾ തരുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിയങ്ങളുടെ പാത്രയുടെ പിതാവേ, ദൈവമേ ഇത്രത്തോളം അടിയങ്ങളെ സ്നേഹിച്ച് വേറൊരു വിശുദ്ധ ശബത്തിന്റെ അനുഗ്രഹം അടിയങ്ങൾ നിറച്ച് ക്രമീകരണ പിതാവ് ദൈവത്തിന് സ്തുതിക്കുന്നു. പിതാവെ, അടിയങ്ങൾ തൃത്വത്തെക്കുറിച്ച് ഇത്രത്തോളം മനസ്സിലാക്കുവാൻ സ്വർഗീയ ദൈവം അടിയങ്ങൾക്ക് ആവശ്യം നിന്ന ക്രമി ഓർത്ത് പിതാവ് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവെ, അടിയങ്ങൾ ഇന്ന് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നയിച്ചു പോയ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പിതാവ് അടിയങ്ങൾ ചിന്തിക്കുന്നു. പിതാവ്, നിന്റെ വചനം എന്താകുന്നു പറയുന്നത്, പ്രവചനാത്മരേഖയിലൂടെ നീ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ ഉപരിയോ അതിനേക്കാൾ കുറവോ ഒരു രീതിയിലുമുള്ള ഉപദേശങ്ങളിലേക്ക് കടക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പിതാവെ, നിന്റെ ആത്മാവിന്റെ സഹായത്താൽ ഇത് മനസ്സിലാക്കാൻ ക്രമിച്ചു പ്രാർത്ഥിക്കുന്നു. ഞാൻ മറിച്ച എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അപ്പോൾ വീണ്ടും ഒരു റീക്യാപ്പ് എന്നാണ്. കാത്തലിക് ട്രിനിറ്റി എന്താകുന്നു എന്ന് ഒന്നുകൂടി ചിന്തിക്കുകയാണ്. അപ്പോൾ കാരണം ഇന്ന് ഇത് പഠിക്കുന്നതിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ കാത്തലിക് ട്രിനിറ്റി എന്താണ് പറയുന്നത്, ഇനി ആന്റി ട്രിനിറ്റേറിയൻസിനെ കുറിച്ച് എന്താണ് പറയുന്നത്, ഇതെല്ലാം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു സത്യം, ഇന്ന് അഡ്വന്റിസ്റ്റ് ചർച്ചിൽ ട്രിനിറ്റിക്ക് എതിരായി കുറേ പേർ സംസാരിക്കുന്നുണ്ട്. ഇത് കത്തോലിക്കൽ കൊണ്ടുവന്നതാണെന്നും ഇത് നമ്മൾ സത്യദൈവത്തെ വേറൊരു ദൈവത്തെയാണ് ആരാധിക്കാൻ പഠിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് സെവൻത് അഡ്വന്റിസ്റ്റ് ചർച്ചിൽ തന്നെ ഇന്റർനാഷണലി ചില സ്പീക്കേഴ്സും നമ്മുടെ നാട്ടിലും ഞാൻ ചില സഹോദരരെ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ശക്തിയാണെന്ന് പറഞ്ഞ് ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അവരോട് സംവാദം വരെ നടത്തിയിട്ടുണ്ട്. ഈ ചെറിയ കൂട്ടം ജനം അവരുടെ അറിവില്ലായ്മയിൽ അവർ പറയുന്നത് അവർ ട്രിനിറ്റിക്കെതിരെ സംസാരിക്കുന്നു, കാത്തലിക് ട്രിനിറ്റിക്കെതിരെ സംസാരിക്കുന്നു, കത്തോലിസിസത്തിനെതിരെ സംസാരിക്കുന്നു. പക്ഷേ അവർ പറയുന്ന വാദം, അവർ ട്രിനിറ്റിക്കെതിരെ സംസാരിക്കുകയാണെങ്കിലും അവർ സംസാരിക്കുന്നത് കാത്തലിക് ട്രിനിറ്റിയാണ്. അവർ കാത്തലിക് ട്രിനിറ്റിയും നമ്മൾ വിശ്വസിക്കുന്ന ട്രിനിറ്റിയുമായിട്ട് ഒരു വ്യത്യാസം അവർ കാണുന്നില്ല. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത്, അവർ ആന്റി ട്രിനിറ്റേറിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തൃത്വത്തെ അവിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തൃത്വത്തിൽ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ, അതേ കാര്യങ്ങൾ തന്നെ അവർ വിശ്വസിക്കുന്നു. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ആന്റി ട്രിനിറ്റേറിയൻസ് ആർ ട്രിനിറ്റേറിയൻസ്. തൃത്വത്തിനെതിരെ സംസാരിക്കുന്നവർ തൃത്വവാദികൾ തന്നെയാണ്. പക്ഷെ ഏത് തൃത്വം? കാത്തലിക് പറഞ്ഞ തൃത്വം. അതിലേക്കാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്കായി റോമൻ കത്തോലിക്ക സഭയുടെ കാറ്റക്കിസം എന്ന പുസ്തകത്തിൽ പാർട്ട് 1 ദി പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് അതിൽ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ 261, 262, 260 എന്ന ഈ 3 സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ 3 കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 260 ഇങ്ങനെ പറയുന്നത്, മിസ്റ്ററി ഓഫ് ദ മോസ്റ്റ് ഹോളി ട്രിനിറ്റി is the central mystery of the Christian faith and of the Christian life. തൃത്വത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ക്രിസ്തീയ ജീവിതത്തിന്റെയും കേന്ദ്രമാകുന്നു. God alone can make it known to us by revealing himself as the Father, Son and the Holy Spirit. ദൈവത്തിന് മാത്രമാണ് അത് എന്താകുന്നു നമുക്ക് വെളിപ്പെടുത്തി തരാൻ സാധിക്കുന്നത്. എങ്ങനെ? പുത്രനിലൂടെയും പിതാവിലൂടെയും അതേപോലെ പരിശുദ്ധാത്മാവിലൂടെയും.
in 262 line ഇങ്ങനെ പറയുന്നത്, the incarnation of God's Son revealed that God is the eternal Father and the Son is consubstantial with the Father. ദൈവത്തിന്റെ പുത്രന്റെ മനുഷ്യ അവതാരം നമുക്ക് സൂചിപ്പിക്കുന്നത് നിത്യനാം പിതാവായ ദൈവവും പുത്രനായ ദൈവവും ഒരേ സബ്സ്റ്റൻസ് ആകുന്നു, അല്ലെങ്കിൽ ഒരേ വ്യക്തിയാകുന്നു. കോൺ സബ്സ്റ്റൻസ്. Okay, with the Father, which means in the Father and with the Father, Son is one and same God. ഇതാണ് ഇവിടെ പറയുന്നത്. അവരുടെ പുസ്തകത്തിൽ പറയുന്നത് in the Father and with the Father, the Son is say one and the same God. പിതാവിന്റെ കൂടെ പിതാവിലും പുത്രൻ ഒരേ ദൈവം തന്നെയാണ്, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരേ വ്യക്തി തന്നെയാണ് പിതാവായിട്ടും പുത്രനായിട്ടും വരുന്നത്. കുറച്ച് ലളിതമാക്കി പറയുകയാണെങ്കിൽ ഇത് 263 പറയുന്നത്, ദ മിഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് സെൻഡ് ബൈ ദി ഫാദർ ഇൻ ദി നെയിം ഓഫ് ദി സൺ ആൻഡ് ബൈ ദി സൺ ഫ്രം ദി ഫാദർ റിവീൽ ദാറ്റ് വിത്ത് ദം ദി സ്പിരിറ്റ് ഈസ് വൺ ആൻഡ് ദി സെയിം ഗോഡ്. വിത്ത് ദ ഫാദർ ആൻഡ് സൺ ഹി ഈസ് വർഷിപ്ഡ് ആൻഡ് ഗ്ലോറിഫൈഡ് ആസ് പെർ നൈസിയൻ ക്രീഡ്. ഇവിടെ എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ദൈവത്തിൽ നിന്നും അയച്ചതും അത് ആരിൽ അയച്ചതാണ് അത് കാണിക്കുന്ന റിവീൽസ് വിത്ത് ദം എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഈ പിതാവും പുത്രനും. ദ സ്പിരിറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം ഗോഡ്. ആദ്യം പറഞ്ഞു പിതാവും പുത്രനും ഒന്നാകുന്നു, എന്നിട്ട് ഈ രണ്ടുപേരും കൂടി പരിശുദ്ധാത്മാവിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നു പരിശുദ്ധാത്മാവ് ഇവരെ പോലെ ഒന്നാകുന്നു. ആൻഡ് വിത്ത് ദം ദ സ്പിരിറ്റ് ഈസ് വൺ ആൻഡ് സെയിം ഗോഡ്. ഇവിടെ വിത്ത് ദം എന്ന് ഉദ്ദേശിക്കുന്നത് പിതാവും പുത്രനുമാണ്. വിത്ത് ദം പിതാവായ ദൈവത്തിലൂടെ പുത്രനായ ദൈവത്തോടു കൂടി പരിശുദ്ധാത്മാവ് ഒന്നും അതേ ദൈവം തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്. ഇനി അവരുടെ കാത്തലിക് ന്യൂസ് ഏജൻസി റിസോഴ്സിൽ അപ്പോളജറ്റിക്സിൽ ട്രിനിറ്റിയെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ വീണ്ടും 245 പറയുന്നു, ദ അപ്പോസ്റ്റോളിക് ഫെയ്ത്ത് കൺസേണിംഗ് ദ സ്പിരിറ്റ് was confessed by the Second Ecumenical Council at Constantinople. We believe in the Holy Spirit, the Lord and Giver of life, who proceed from the Father. അപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോസ്റ്റോളിക് ഫെയ്ത്ത് ഇത് അപ്പോസ്റ്റലന്മാരുടെ ഈ വിശ്വാസം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിശ്വാസം അതിന്റെ പരിപൂർണതയിൽ എത്തിയത് സെക്കൻഡ് എക്യുമെനിക്കൽ കൗൺസിൽ, കോൺസ്റ്റാന്റിനോപ്പിളിൽ കൂടിയ സെക്കൻഡ് എക്യുമെനിക്കൽ കൗൺസിലാണ് തീരുമാനമെടുത്തത്. വി ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, അവർ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ദി ലോർഡ് ആൻഡ് ഗിവർ ഓഫ് ലൈഫ്, കർത്താവും ജീവന്റെ ദാതാവും. ഹു പ്രൊസീഡ് ഫ്രം ദ ഫാദർ, ഹു പ്രൊസീഡ് ഫ്രം ദി ഫാദർ, പിതാവിൽ നിന്നും വരുന്നവൻ. ബൈ ദിസ് കൺഫെഷൻ ചർച്ച് recognize the Father as the source and origin of whole divinity, but the eternal origin of the Spirit is not unconnected with Son's origin. ഇതിൽ നിന്ന് പറയുന്നത് പിതാവ് എന്ന് പറയുന്നത് മുഴുവൻ ദിവത്വത്തിന്റെ സ്രോതസ്സും ഉദ്ഭവമാണ്. പക്ഷെ പറയുന്നു ബട്ട് ദി എറ്റേണൽ ഒറിജിൻ ഓഫ് ദി സ്പിരിറ്റ് ഈസ് നോട്ട് അൺകണക്റ്റഡ് വിത്ത് സൺസ് ഒറിജിൻ. നിത്യനായ ആത്മാവിന്റെ ഉറവിടവും നിത്യമായ പുത്രന്റെ ഉറവിടവും തമ്മിൽ ബന്ധമുണ്ട്. അത് രണ്ടും രണ്ടല്ല. ദി ഹോളി സ്പിരിറ്റ്, ദി തേർഡ് പേഴ്സൺ ഓഫ് ദി ട്രിനിറ്റി, ഈസ് ഗോഡ്, വൺ ആൻഡ് ഈക്വൽ വിത്ത് ദി ഫാദർ ആൻഡ് സൺ ഓഫ് ദി സെയിം സബ്സ്റ്റൻസ്. ഇവിടെ വീണ്ടും വീണ്ടും എന്ത് വ്യക്തമാക്കുന്നു? ദേ ആർ സെയിം സബ്സ്റ്റൻസ്, ഒരേ സബ്സ്റ്റൻസ്, ഒരേ വ്യക്തിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. Yet he is not called the spirit of father Lord, but the spirit of both father and son. ഇവരെന്ത് പറയുന്നു? എന്നിട്ടും അവനെ വിളിക്കുന്നത് പിതാവിന്റെ ആത്മാവെന്ന് മാത്രമല്ല, പിതാവിന്റെയും പുത്രന്റെ ആത്മാവ്. ഈ വാദങ്ങളെല്ലാം നമ്മൾ ഓർത്തു വെക്കണം, കാരണം ഇതേ വാദങ്ങളാണ് കാത്തലിക് സെവന്ത് അഡ്വന്റിസ്റ്റ് സഭയിൽ നിന്നും വേർതിരിഞ്ഞു പോയ ആന്റി ട്രിനിറ്റേറിയൻസ് ഉപയോഗിക്കുന്നത്. റിസ്റ്റോറേഷൻ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രി ഗ്രൂപ്പ്, ഇവർ സെവന്ത് അഡ്വന്റിസ്റ്റ് ചർച്ചിൽ നിന്നും വേർപെട്ടു പോയവരാണ്. ഇവരും ആന്റി ട്രിനിറ്റേറിയൻസ് ആണ്. അവരെ കുറിച്ച് പറയുന്നത് ലെസൺ, അവരുടെ ലെസൺ 6 ജീസസ് ആൻഡ് ഹോളി സ്പിരിറ്റ്, അതിൽ അവർ പറയുന്നത് ദ സ്ക്രിപ്ചർ സേസ് ഓഫ് ക്രൈസ്റ്റ് ഫോർ ഇൻ ഹിം who dwelleth all the fullness of Godhead bodily. Therefore, the Spirit belongs both to God and Christ. Holy Spirit exclusively belongs to God the Father, and Jesus is a partaker of that Spirit. Thus, the comforter that Jesus prayed for his Father to send could be the same Jesus in a non-bodily form. So, by this Spirit form, he could be with them all at once. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ആത്മാവ് പിതാവിനും പുത്രനും ഉള്ളതാണ്. ഈ ആത്മാവ് പിതാവിനുള്ളത് മാത്രമാണെങ്കിലും പുത്രനും ഇതിൽ ഭാഗഭാഗമാവുന്നുണ്ട്. The comforter that Jesus prayed for the Father to send the Son. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16, 17, 15 മുതൽ നമ്മൾ വായിച്ചു നോക്കി അവിടെ ഒരു പ്രാർത്ഥന നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ദൈവത്തിന്റെ ശിഷ്യന്മാരോട് ദൈവത്തിന് ആത്മാവിനെ വയ്ക്കുക. അതിനെക്കുറിച്ച് ഇവർ പറയുന്നത് ആ ആത്മാവ് എന്ന് പറയുന്നത് അത് കർത്താവ് യേശു ക്രിസ്തു ശരീരമില്ലാതെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതാണ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്. ഈ ഭൂമിയിലേക്ക് ബോഡിലി ഫോം അല്ലെങ്കിൽ ഒരു രൂപത്തോടെ വന്നത് കർത്താവ് യേശു ക്രിസ്തു. അതേ കർത്താവ് ആത്മാവിന്റെ ശരീരമില്ലാതെ വന്നതാണ് പരിശുദ്ധാത്മാവ് എന്നാണ് അവരുടെ വാദം. അതേപോലെ പയനീയർ എന്ന് പറയുന്ന വേറൊരു ഇതേപോലത്തെ ഒരു ഗ്രൂപ്പാണ്. ഇവർ പറയുന്നത് വെയിറ്റ് എ മിനിറ്റ്, ഡസ് നോട്ട് ദ ബൈബിൾ സേ ദ കംഫോർട്ടർ ഇസ് ദ ഹോളി സ്പിരിറ്റ്? വേദപുസ്തകം പരിശുദ്ധാത്മാവിനെ ഒരു കാര്യസ്ഥനായിട്ട് പറയുന്നില്ലയോ? യോഹന്നാന്റെ സുവിശേഷം 14:26 ഇറ്റ് മോസ്റ്റ് സർട്ടൻലി ഡസ്. അവർ പറയുകയാണ്, തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഹൂ ഇസ് ദ ഹോളി സ്പിരിറ്റ്? ആരാണ് പരിശുദ്ധാത്മാവ്? ഇൻസ്പിറേഷൻ ഡിക്ലെയർസ്, പ്രവചനാത്മക രേഖകൾ പറയുന്നുണ്ട്, നൗ ദി ലോർഡ് ഈസ് ദ സ്പിരിറ്റ് ആൻഡ് വേർ ദ സ്പിരിറ്റ് ഓഫ് ലോർഡ് ഈസ് ദർ ഈസ് ലിബർട്ടി. 2 കൊരിന്ത്യർ 3:17 പറയുന്നത് ആത്മാവ് കർത്താവാകുന്നു. എവിടെ കർത്താവിന്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് 2 കൊരിന്ത്യർ 3:17 പറയുന്നത്, ലോർഡ് ഈസ് ദാറ്റ് സ്പിരിറ്റ്. യെറ്റ് ഹൂ ഇസ് ദ ലോർഡ്? അതുകൊണ്ട് ഈ വാക്യത്തിൽ നിന്ന് അവർ പറയുന്നുണ്ട് ആത്മാവെന്ന് പറഞ്ഞാൽ കർത്താവാകുന്നു, ഈസ് ലോർഡ്. യെറ്റ് ഹൂ ഇസ് ലോർഡ്? പക്ഷെ ആരാണ് ലോർഡ്? ആരാണ് കർത്താവ്? 1 കൊരിന്ത്യർ 8:6 നമുക്കൊരു ഇവിടെ പറഞ്ഞു, ബട്ട് ടു us there is one God, the Father of whom are all things, and we are in him, and one Lord Jesus Christ, by whom we are all things and we by him. നമുക്ക് ഒരു ദൈവം, പിതാവായ ദൈവം, അതേപോലെ നമുക്ക് ഒരു കർത്താവായ യേശു ക്രിസ്തു. 1 കൊരിന്ത്യർ 8:6 പറയുന്നു കർത്താവ് യേശു ക്രിസ്തു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. ഞാൻ ഒന്നുകൂടി ലളിതമാക്കി പറയാം. ഇതിൽ പറഞ്ഞ ഇതാണ്, 2 കൊരിന്ത്യർ 3:17 ആത്മാവ് കർത്താവാകുന്നു പറയുന്നുണ്ട്. ആരാണ് കർത്താവ് എന്ന് അവർ ചോദിച്ചിട്ട് അവർ ഉത്തരം പറയാണ് 1 കൊരിന്ത്യർ 8:6 പിതാവ് ദൈവവും ക്രിസ്തു കർത്താവുമാകുന്നു. അപ്പോൾ ദിസ് കുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ദിസ് ഫോം ഓഫ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. എന്നിട്ട് ഒരു ഇക്വേഷൻ നൽകിയാണ്, കർത്താവ് യേശു ക്രിസ്തു കർത്താവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു, അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു തന്നെ ആത്മാവാകുന്നു. ഇതാണ് അവരുടെ വാദം. എന്താണ്? കർത്താവ് യേശു ക്രിസ്തു കർത്താവാകുന്നു. അതേപോലെ പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 3:17 പറയുന്നത് ആത്മാവും കർത്താവാകുന്നു. അതുകൊണ്ട് രണ്ടും കർത്താവാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ് ആത്മാവ്. ഇവർ പഠിപ്പിക്കുന്ന എന്താണ്? സെയിം സബ്സ്റ്റൻസ് പ്രൊസീഡ്സ് ഫ്രം ദി ഫാദർ എന്ന് കൊടുത്തേക്കുന്ന വേദപുസ്തകം ആര് കാത്തലിക്സ് ഉപയോഗിക്കുന്നതാണ്, ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് പറയുന്നത് പിതാവിൽ നിന്ന് വന്ന ഇത് പിതാവിന്റെ ആത്മാവാണ്, ഇത് ക്രിസ്തുവും പങ്കാളിയാകുന്നു. കർത്താവ് യേശു ക്രിസ്തു ശരീരം ഇല്ലാതെ ഇവിടെ വന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് വേറൊരു വ്യക്തിയല്ല, ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ ആത്മാവ് ശരീരമില്ലാതെ ഇപ്പോൾ ഭൂമിയിലേക്ക് വരികയാണ്, അല്ലാതെ പരിശുദ്ധാത്മാവ് വേറൊരു വ്യക്തിയല്ല എന്നാണ് ഇവരുടെ വാദം. പക്ഷേ നമ്മൾ ചിന്തിക്കുക, കാത്തലിക് പഠിപ്പിക്കുന്ന ട്രിനിറ്റിയിൽ എന്ത് പറയുന്നു? 3 പേരും ഒന്ന് തന്നെയാണ്. ഇവരെന്ത് പറയുന്നു? പരിശുദ്ധാത്മാവ് തന്നെയാണ് കർത്താവ്. അപ്പോൾ അവർ രണ്ടിലും പഠിപ്പിക്കുന്ന ഒന്നല്ലേ? സോ ആന്റി ട്രിനിറ്റേറിയൻസ് ആർ റിയലി ട്രിനിറ്റേറിയൻസ്, കാത്തലിക് ട്രിനിറ്റേറിയൻസ്. തൃത്വത്തെ എതിരെ പഠിപ്പിക്കുന്ന ഈ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് തെറ്റുപറ്റിയ നമ്മുടെ സഹോദരന്മാർ അവർ വഞ്ചിക്കപ്പെട്ടത് അവർ ചിന്തിക്കുന്നില്ല, അവർ പഠിപ്പിക്കുന്നത് തന്നെയാണ് കത്തോലിക്ക തൃത്വം പഠിപ്പിക്കുന്നു ഒരർത്ഥത്തിൽ. കാരണം അവർ പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരേ വ്യക്തിയാകുന്നു. ഇപ്പോൾ ഇവരെന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് വായിച്ചതാണ്. അവരും പറയുന്നു പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്, കോൺസെപ്റ്റൻസ്. അപ്പോൾ ആരാണ് റിയലി കാത്തലിക് ട്രിനിറ്റേറിയൻസ് പഠിപ്പിക്കുന്നത്? അതേപോലെ വേറൊരു വെബ്സൈറ്റിൽ വന്ന് നേച്ചർ ഓഫ് ഹോളി സ്പിരിറ്റ് കുറിച്ച് ബിലീവ് ദാറ്റ് ഹോളി സ്പിരിറ്റ്, അവർ വിശ്വസിക്കുന്നത് ദ ബിലീവ് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഇസ് ദ കമ്പൈൻഡ് പേഴ്സൺസ് ഓഫ് ജീസസ് ആൻഡ് ദി ഫാദർ ലിവിംഗ് ഇൻ ദ ബിലീവർ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പിതാവായ ദൈവവും പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവും ഒരുമിച്ച് ഒരു വിശ്വാസിൽ ജീവിക്കുന്നതാണ്. ഇത് ശരിയായ വാദമൊന്നുമല്ല ഇവർ വാദിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ദിസ് ഇൻക്ലൂഡ് ദ മൈൻഡ്സ് ഓഫ് ദി ഫാദർ ആൻഡ് സൺ. ഇത് ക്രിസ്തുവിന്റെ മനസ്സും പിതാവിന്റെ മനസ്സും ഇതിൽ ഉൾപ്പെടുന്നു. ദ തോട്ട്സ് ഓഫ് ദി ഫാദർ ആൻഡ് ദി സൺ, പിതാവിന്റെയും പുത്രന്റെയും ചിന്തകൾ. ദി പവർ ഓഫ് ഫാദർ ആൻഡ് സൺ, പിതാവിന്റെയും പുത്രന്റെയും ശക്തി. ദി നേച്ചർ ഓഫ് ദി ഫാദർ ആൻഡ് സൺ, അവരുടെ പ്രകൃതം അല്ലെങ്കിൽ കോൺ സബ്സ്റ്റൻസ്. രണ്ടുപേരുടെ സബ്സ്റ്റൻസ് തന്നെയാണ് സബ്സ്റ്റൻസ്, നേച്ചർ.
സെയിം ആണ്. ആസ് വെൽ ആസ് ദി പേഴ്സൺസ് ഓഫ് ഫാദർ ആൻഡ് സൺ. അതേപോലെ ഈ പിതാവിന്റെയും പുത്രന്റെയും വ്യക്തി. The belief that Holy Spirit is the thoughts and attitude of the Father and Son which we develop as we study and believe the Bible. അപ്പോൾ ഇവർ പറയുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പിതാവെ ദൈവത്തിന്റെയും പുത്രനായ കർത്താവെ യേശു ക്രിസ്തുവിന്റെയും ചിന്തകളും സ്വഭാവവുമാണ് പരിശുദ്ധാത്മാവ്. അല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല എന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. ഇത് തന്നെയാണ് കാത്തലിക്കും അവരും വിശ്വസിക്കുന്നത്. അവരുടെ ന്യൂസ് ഏജൻസിയിൽ നിന്ന് അപ്പോളജിസ്റ്റിൽ എടുത്തിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഇസ് കോൺ സബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ. ഹോളി സ്പിരിറ്റ് ഇസ് കോൺ സബ്സ്റ്റാൻഷ്യൽ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവ് ഒരേ പിതാവായിട്ട് ഒരേ പ്രകൃതത്തിലാണ്, അല്ലെങ്കിൽ ഒരേ വ്യക്തി തന്നെയാണ്. പരിശുദ്ധാത്മാവ് പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവുമായിട്ട് ഒരേ പ്രകൃതത്തിലും ഒരേ വ്യക്തി തന്നെയാണ്. അപ്പോൾ ട്രിനിറ്റേറിയൻസ്, കാത്തലിക് ട്രിനിറ്റേറിയൻസും ആന്റി ട്രിനിറ്റേറിയൻസും ആയ സെവൻത് അഡ്വന്റിസ്റ്റ് വീഴ്ച ഭവിച്ചവരും ചിന്തിക്കുന്നതാണ്. ഞാൻ അവയെ കുറ്റപ്പെടുത്തുകയല്ല, അവരിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ വ്യക്തികളുടെ സ്വഭാവത്തെ അല്ല ചൂണ്ടിക്കാണിക്കുന്നത്, അവർ ഉപദേശിക്കുന്ന തെറ്റായ കാര്യങ്ങളെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയായിട്ട് അവർ നിങ്ങളുടെ ഇടയിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അവർ പറയുന്നത് ട്രിനിറ്റേറിയൻസ് ആൻഡ് ഈ കാര്യത്തിൽ ഒന്നാണ്. പരിശുദ്ധാത്മാവ് പിതാവ് പുത്രന്റെ അതേ ആത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ അതേ വ്യക്തിത്വത്തിൽ തന്നെയാണ് രണ്ടുപേരും പറയുന്നത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, പ്രത്യേകിച്ച് ആന്റി ട്രിനിറ്റേറിയൻസ് പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല, പിതാവിന്റെയും പുത്രന്റെയും ചിന്തകളാണ്, സ്വഭാവമാണ്, ശക്തിയാകുന്നു, പ്രകൃതമാകുന്നു. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് തിരുവചനം നമുക്കൊന്ന് പരിശോധിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്നാണ് തിരുവചനോട് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തു പറയാണ് പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവ് എന്നാണ് കർത്താവ് യേശു ക്രിസ്തു അല്ല, പിതാവ് ദൈവവും അല്ല, വേറൊരു കാര്യസ്ഥൻ. ഈ വ്യക്തികളിൽ ഉൾപ്പെടുന്ന വേറൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇവിടെ ക്രിസ്തു പറയുകയാണ് വേറൊരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ ഇവർ പറയുകയാണ് പരിശുദ്ധാത്മാവ് വേറെ വ്യക്തിയല്ല, കർത്താവ് യേശു ക്രിസ്തു തന്നെയാകുന്നു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് നുണയാണ്. യോഹന്നാൻ 14:16 പറയുന്നത് നുണയാകുന്നു. യോഹന്നാൻ 14:14 വ്യക്തമാകുന്നു പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ. ഇനി ഫസ്റ്റ് സെലക്ടഡ് മെസ്സേജസിൽ ഐ ആം ഗിവൻ എ മെസ്സേജ് ടു ബിയർ ടു യു ആൻഡ് റെസ്റ്റ് ഓഫ് ഫിസിഷ്യൻസ് ഹു ആർ കണക്റ്റഡ് വിത്ത് ദി മെഡിക്കൽ മിഷനറി അസോസിയേഷൻ, separate from the influence exerted by the book Living Temple, for it contains specious sentiments. There are in it the sentiments that are entirely true, but these are mingled with error. Scriptures are taken out of their connection and are used to uphold erroneous theory. ഇതിൽ പറയുന്ന പോലെ തന്നെ ഈ ആന്റി കാത്തലിക്സ് എന്ത് ചെയ്യുന്നു, അവർ തിരുവചനത്തെ എടുത്ത് പക്ഷെ അതിന് കോട്ടിക്കളയുന്നു, തെറ്റായിട്ട് വിധത്തിൽ ഉപയോഗിക്കുന്നു, തെറ്റായിട്ട് വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു, തെറ്റായ കോണ്ടെക്സ്റ്റിൽ നിന്ന് അത് എടുക്കുന്നു. അവർ ഇത് സത്യം എന്ന് പറയുന്നു, പക്ഷെ സത്യം നുണയുമായിട്ട് അവർ കൂടിക്കലർത്തുന്നു. ഇറ്റ് വിൽ ബി സെഡ് ദാറ്റ് ദി ലിവിംഗ് ടെമ്പിൾ എന്ന പുസ്തകം അഡ്വന്റിസ്റ്റിന്റെ ഒരു വിശ്വാസത്യാഗം സംഭവിച്ച ഒരു പൈനിയറായ ജോൺ കെലോഗിന്റെയാണ്. ഇറ്റ് വിൽ ബി സെഡ് ദാറ്റ് ദി ലിവിംഗ് ടെമ്പിൾ ഹാസ് ബീൻ റിവൈസ്ഡ്. അവർ അവകാശപ്പെടുന്നു ലിവിംഗ് ടെമ്പിൾ എന്ന പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടു. ബട്ട് ദി ലോർഡ് ഹാസ് ഷോൺ മീ, എലിജിബിലിറ്റി പറയാണ്, പക്ഷെ ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു ദാറ്റ് ദി റൈറ്റർ ഹാസ് നോട്ട് ചേഞ്ച്, അതിന്റെ രചയിതാവ് മാറിയിട്ടില്ല. And that there can be no unity between him and the ministers of gospels while he continues to share his personal sentiments. ഈ വ്യക്തിയും ബാക്കിയുള്ള സുവിശേഷമായിട്ട് ഒരു ബന്ധമില്ല. കാരണം അദ്ദേഹം അതേ ചിന്തകൾ തന്നെ അതേ ചിന്തയാൽ തുടർന്നു പോകുന്നുണ്ട്. ഐ എം ബിഡൻ ടു ലിഫ്റ്റ് മൈ വോയിസ് ഇൻ വാർണിംഗ് ടു പീപ്പിൾ. എന്റെ ജനത്തിന് ഒരു മുന്നറിയിപ്പ് നൽകാൻ ദൈവം എനിക്ക് കൽപ്പന വന്നിരിക്കുകയാണ്. ബി നോട്ട് ഡിസീവ്, ഗോഡ് ഈസ് നോട്ട് മോക്ക്ഡ്. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ കളയാക്കരുത്. I am instructed to speak plainly. Meet it is the word spoken to me. Meet it firmly. ഈ പുസ്തകത്തിലാണ് ആൽഫ ഓഫ് ഒമേഗ ഡെഡ്ലി ഹെർസിസ്, വിശ്വാസത്യാഗത്തിന്റെ ആരംഭം. ഇതേപോലെ തന്നെയാണ് അവസാനം. ഇത് വിശ്വാസത്യാഗത്തിന്റെ വഞ്ചനയുടെ ഒരു ആത്മാവ് തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഡിസയർ ഓഫ് ഏജസിൽ 669 ശ്രദ്ധിച്ചു കേൾക്കാം. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് പല കാര്യങ്ങളും നമുക്ക് തുറന്ന് കാട്ടി തരികയാണ്. ബിഫോർ ഓഫറിംഗ് ഹിംസെൽഫ് ആസ് ദ സാക്രിഫിഷ്യൽ വിക്ടിം, Christ sought for the most essential and complete gift to bestow upon his followers, a gift that could bring within their reach the boundless resource of grace. അവിടെ പറയുന്നത് അത് കാരണം അവിടെ കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യം ആ വാക്യത്തിലേക്ക് കടന്നിട്ട്
ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ 16 മുതൽ 18 നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു ഒരു യാഗമായി മാറുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്ക്, തന്നെ അനുഗമിക്കുന്ന പ്രിയ വിശ്വാസികൾക്ക് ഒരു പരിപൂർണമായ ഒരു സമ്മാനം അവരുടെ മേൽ നൽകാൻ ആഗ്രഹിച്ചു. ഏതാണ് സമ്മാനം? ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്. ബിഫോർ ദിസ് ദ സ്പിരിറ്റ് ഹാഡ് ബീൻ ഇൻ ദ വേൾഡ്. ഇതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് മുൻപ് ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. ഇതിന് മുൻപേയും ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ വർക്ക് ഓഫ് റിഡംഷൻ ഹി ഹാഡ് ബീൻ മൂവിങ് അപ്പോൺ മെൻസ് ഹാർട്ട്. രക്ഷാപദ്ധതിയുടെ ഏറ്റവും ആരംഭം മുതൽ തന്നെ അവൻ മനുഷ്യരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ബട്ട് വൈൽ ക്രൈസ്റ്റ് വാസ് ഓൺ ദി എർത്ത് ദ ഡിസൈപ്പിൾസ് ഹാഡ് ഡിസൈഡ് നോ അതർ ഹെൽപ്പർ. പക്ഷെ ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർ വേറൊരു സഹായകനെ, വേറൊരു കാര്യസ്ഥനെ അവർ ആഗ്രഹിച്ചില്ല. ഇവിടെ വ്യക്തമാകുന്നു പരിശുദ്ധാത്മാവ് വേറൊരു വ്യക്തിയാണ്. അത് ക്രിസ്തു അല്ല, പിതാവ് ദൈവമല്ല, പരിശുദ്ധാത്മാവ് വേറൊരു വ്യക്തിയാകുന്നു. ആ കർത്താവ് യേശു, കാരണം കർത്താവ് യേശു ക്രിസ്തു ഉള്ളിടത്തോളം കാലം അവർ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, ക്രിസ്തു പറഞ്ഞ അതേ വാക്കാണ്, മറ്റൊരു കാര്യസ്ഥൻ എന്ന മറ്റൊരു സഹായകനെ അവർ ആഗ്രഹിക്കുന്നില്ല. Not until while they were deprived of his presence and could feel the need of the Spirit, and then he could come. അവന്റെ സാന്നിധ്യം ഇല്ലാതാകുന്ന സമയത്ത്, അവന്റെ ആത്മാവിന്റെ സാന്നിധ്യം വേണമെന്ന് അവരുടെ ഹൃദയത്തിൽ തോന്നുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. ഡിസർവേജ് 669 അതേപോലെ അതേ പുറത്തിൽ തന്നെ പറഞ്ഞതാണ്, ഹോളി സ്പിരിറ്റ് ഈസ് ക്രൈസ്റ്റ് റെപ്രസെന്റേറ്റീവ് but divested of the personality of humanity and independent thereof. കർത്താവെ യേശു ക്രിസ്തു എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രതിനിധിയാണ്. പക്ഷെ അവന് വേറൊരു വ്യക്തിത്വമുണ്ട്. ആൻഡ് ഇൻഡിപെൻഡന്റ്, അവൻ ആരിലും ആശ്രയിക്കുന്നവനല്ല. കാരണം അവൻ വേറൊരു വ്യക്തിയാണ്. അവൻ സ്വയമേ ദൈവമാണ്. അവനൊരു ആരംഭമില്ല, അവന് അവസാനമില്ല, അവൻ സ്വയമേ ദൈവമാണ്. കമ്പയർഡ് വിത്ത് ഹ്യൂമാനിറ്റി, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തെ നമ്മൾ സംസാരിക്കട്ടെ. കമ്പയർഡ് വിത്ത് ഹ്യൂമാനിറ്റി ക്രൈസ്റ്റ് കുഡ് നോട്ട് ബി ഇൻ എവറി പ്ലേസ് പേഴ്സണലി എന്നാണ് പറയുന്നത്. കമ്പയർഡ് വിത്ത് ഹ്യൂമാനിറ്റി ക്രൈസ്റ്റ് കുഡ് നോട്ട് ബി ഇൻ എവറി പ്ലേസ് പേഴ്സണലി. ക്രിസ്തു ദൈവത്തിന്റെ 3 സ്വഭാവങ്ങളുണ്ട്: സർവശക്തി, സർവവ്യാപി, സർവജ്ഞാനി. എന്താണ് അതിലൊന്നാണ് ഓമിനി പ്രസന്റ് അല്ലെങ്കിൽ സർവവ്യാപി. ദൈവത്തിന് എല്ലായിടത്തും ഒരേ സമയത്ത് പ്രത്യക്ഷനാകാൻ സാധിക്കും. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യരൂപം എടുത്തപ്പോൾ വേറെ വ്യക്തി എന്ന് പറയുന്നു, വേദപുസ്തകത്തിലും പറയുന്നുണ്ട്, ഇനി ക്രിസ്തു നമ്മൾ കാണുമ്പോൾ അവന്റെ കയ്യിൽ ആണിപ്പാടുകളോടെ കാണും. ഓരോരുത്തരായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ തോമസ് തിരിച്ചറിഞ്ഞത് ആണിപ്പാടുകൾ കണ്ടാണ്. അവൻ ഇപ്പോഴും മനുഷ്യന്റെ ശരീരം തന്നെ ആകുന്നു കർത്താവ് യേശു ക്രിസ്തു. അവൻ എന്നേക്കുമായിട്ട് മനുഷ്യരായിട്ട് ഒരു ബന്ധത്തിലാകുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ആ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യത്വം സ്വീകരിച്ചത് കൊണ്ട് ക്രിസ്തുവിന് എല്ലായിടത്തും വ്യക്തിപരമായിട്ട് വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് therefore it was for their interest that he should go to the Father and send the Spirit to be successful on earth. അതുകൊണ്ട് ക്രിസ്തു സ്വർഗത്തിലാണ്. കാരണം ക്രിസ്തു സ്വർഗത്തിൽ ഒരു പണിയുണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ. അതിനെക്കുറിച്ച് ഇനി അങ്ങോട്ട് പറയുന്നുണ്ട്. ആൻഡ് സെൻഡ് ദ സ്പിരിറ്റ് ടു ബി അവന്റെ അനന്തരാവകാശിയായി ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. നേരത്തെ പറഞ്ഞ ആത്മാവ് ഭൂമി ഇല്ലാന്നല്ല, ആത്മാവിന്റെ സഹായം ആവശ്യം അവർ അറിയാൻ വേണ്ടി. ഇറ്റ് ഇസ് ഹിസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ക്രൈസ്റ്റ് കുഡ് നോട്ട് ബി ഇൻ എവറി പേഴ്സൺ. ക്രിസ്തുവിന് വ്യക്തിപരമായിട്ട് എല്ലാ സ്ഥലവും ഉണ്ടാകാൻ സാധിക്കില്ല. ഫോർ ഹിസ് ഇൻട്രസ്റ്റ് ഹി ഷുഡ് ഗോ ടു ദി ഫാദർ ആൻഡ് സെൻഡ് ദി സ്പിരിറ്റ് ടു ബി സക്സസ്ഫുൾ. അതുകൊണ്ട് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്രിസ്തു ഈ ഭൂമി വിട്ടു പോയപ്പോൾ അവന്റെ അനന്തരാവകാശികളായിട്ട് ആത്മാവ് ഇവിടെ ഉണ്ടാകണം. ക്രിസ്തു ഈ ഭൂമി വിട്ടു പോകുന്നുണ്ട്. തന്റെ ശിഷ്യന്മാർക്ക് ഒരു വാഗ്ദാനം കൊടുത്തു, ഞാൻ നിങ്ങളോട് കൂടെ ലോക അവസാനം കൂടെ കാണും. ആമേൻ. പക്ഷേ ക്രിസ്തു ഇപ്പോൾ എവിടെയാണ്? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വർഗീയ മന്ദിരത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പക്ഷെ ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തു തന്നിട്ടുണ്ട്, അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിലൂടെ അവൻ എന്നും നമ്മൾ സാധിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് എന്താണ്? ക്രിസ്തു അല്ല, അവൻ വേറൊരു കാര്യസ്ഥനാണ്, വേറൊരു സഹായകനാണ്. ക്രിസ്തുവിന് എല്ലാ സമയവും ഒരിടത്തും ഉണ്ടാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പരിശുദ്ധമാകുന്ന മറ്റൊരു കാര്യസ്ഥനെ നമ്മുടെ അടുക്കൽ അയക്കുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആന്റി ട്രിനിറ്റേറിയൻസ് വാദിക്കുന്നു,
ക്രിസ്തുവാണ് നമ്മുടെ കൂടെ ഇപ്പോഴും ഇരിക്കുന്നത്, പരിശുദ്ധാത്മ ക്രിസ്തുവിന്റെ പ്രതിനിധിയാണ്, അത് പരിശുദ്ധാത്മ ക്രിസ്തു തന്നെയാണ്. അല്ല, തിരുവചനം വ്യക്തമാക്കുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. ഞാനും എൻ്റെ പിതാവ്, ക്രിസ്തു പറയാം, ഞാൻ എൻ്റെ പിതാവ് ഒന്നാകും. ഞാൻ ഭൂമിയിലേക്ക് പിതാവിനെ കാട്ടിത്തരാൻ വേണ്ടിയാണ് വന്നത്. അതിനർത്ഥം പിതാവും പുത്രനും ഒരേ വ്യക്തി എന്നാണോ? സ്വർഗത്തിൽ പിതാവ് ഇല്ല എന്നാണോ? അല്ല. പുത്രന്റെ പ്രവൃത്തിയിലൂടെ സ്വർഗീയ പിതാവിനെ കാണിച്ചു. അതേപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലൂടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കാട്ടിത്തരും. ഇത് മനോഹരമാണ്. No one could then have any advantage because of his location or his personal contact with Christ. By the Spirit, the Savior could be accessible to all. In this sense, he could be nearer to them than if he had not ascended on high. നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് ഒരു ഗുണമേന്മയോ അവൻ എപ്പോൾ എവിടെ ആയിരിക്കുന്നോ അതുകൊണ്ട് അവൻ ദൂരത്തായതുകൊണ്ട് നമുക്ക് ഒരു ഗുണമേന്മ അതിൽ നിന്ന് ലഭിക്കില്ലായിരുന്നു. പക്ഷേ അവൻ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് കൊണ്ട് അവൻ ഭൂമിയിലുള്ളതിനേക്കാൾ നമുക്ക് അവനോട് കൂടുതൽ അടുപ്പം പ്രാപിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ദൈവത്തിന് ആത്മാവിന് വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ടോ? യെശയ്യാവിന്റെ പ്രവചനം 59 അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല, നിങ്ങളെ രക്ഷിപ്പാൻ കഴിയാതെ വേണം എൻ്റെ കൈ കുറുകിയിട്ടുമില്ല, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ എന്നെ നിങ്ങൾ വേർതിരിക്കുന്നു. നമ്മുടെ ദൈവം നമ്മളുമായിട്ട് എന്നും സമയം ചെലവിടാൻ അവൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് ഏക തടസ്സം നമ്മുടെ പാവങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തു തിരുവത്താഴ ശുശ്രൂഷയിൽ പറഞ്ഞു, ഞാൻ പുതിയതായി നിങ്ങളുടെ കൂടെ അപ്പവും ഇരിക്കും വരെ ഈ വീഞ്ഞിന് അനുഭവത്തിൽ ഞാൻ കിടക്കുകയില്ല. ഈ വാക്യങ്ങളെല്ലാം കാണിക്കുന്നത് ദൈവം നമ്മോട് ഒത്ത് സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് ഈ ഭൂമിയിൽ അയച്ചു തന്നത്. കാരണം നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാൻ. നമുക്കറിയാം, നമ്മുടെ മനുഷ്യബന്ധങ്ങളിലും നമ്മുടെ മാതാപിതാക്കളാകട്ടെ, നമ്മുടെ ജീവിത പങ്കാളികളാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, അവർക്കെല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ ഇഷ്ടം. അതാണ് സ്നേഹം, അല്ലേ? ഇത് തന്നെ നമ്മുടെ സ്വർഗീയ ദൈവം ആഗ്രഹിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 25 അധ്യായം 8 വാക്യം. പുറപ്പാടിന്റെ പുസ്തകം 25 അധ്യായം 8 വാക്യത്തിൽ പറയുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? ഞാൻ അവരുടെ നടുവിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അപ്പോൾ ദൈവം എന്തിനാണ് വിശുദ്ധ മന്ദിരം ഉണ്ടാക്കേണ്ടത്? അവിടെ യഹോവയ്ക്ക് ഇടയിൽ വസിക്കാൻ. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം നമ്മോട് കൂടെ. അവൻ ഇമ്മാനുവേൽ എന്ന് പേരുവിളിയിൽ കാണുന്ന ദൈവം നമ്മോട് കൂടെ. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 1 വാക്യത്തിൽ എന്ത് പറയുന്നു? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്റെ 14 വാക്യത്തിൽ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്തു. ആദ്യം ദൈവം പഴയ നിയമത്തിൽ നമ്മുടെ ഇടയിൽ വസിക്കാൻ അവൻ എന്ത് തിരഞ്ഞെടുത്തു? സമാഗമന കൂടാൻ തിരഞ്ഞെടുത്തു. ഷെക്കൈന എന്ന ദൈവത്തിന് സ്ഥാനം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലെ കാലഘട്ടത്തിൽ വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ആയിട്ട് തന്നെ, കർത്താവ് യേശു ക്രിസ്തു തന്നെ അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മുടെ കൂടെ വസിച്ചു. പക്ഷെ കർത്താവ് യേശു ക്രിസ്തു സ്വകാരണം ചെയ്തു. അതിനുശേഷം ദൈവം നമ്മുടെ ഇടയിൽ എങ്ങനെയാണ് വസിക്കുന്നത്? 1 കൊരിന്ത്യർ 3:16. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പൊ നമ്മൾ എല്ലാവരും എന്താണ്? ദൈവത്തിന്റെ മന്ദിരമാകുന്നു. നമ്മളുടെ ഇടയിൽ ആര് വസിക്കും? ദൈവത്തിനാകും. ദൈവത്തിന്റെ ആത്മാവെന്ന ആരുടെ സാന്നിധ്യം? ക്രിസ്തുവിന്റെ സാന്നിധ്യം. ക്രിസ്തുവിന് വ്യക്തിപരമായിട്ട് നമ്മുടെ കൂടെ ഇരിക്കാൻ സാധിക്കില്ല. അവൻ ആരിൽ കൂടി നമ്മുടെ കൂടെ ഇരിക്കുന്നു? പരിശുദ്ധാത്മാവ് വേറൊരു വ്യക്തിത്വത്തിലും കൂടി നമ്മുടെ കൂടെ ഇരിക്കുന്നു. നമ്മുടെ ദൈവം പേഴ്സണൽ ഗോഡാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം വ്യക്തിപരമായി നമ്മളായിട്ട് ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നമ്മുടെ ഇടയിൽ ഇപ്പോൾ വസിക്കുന്ന ആയിരിക്കുന്ന അവന്റെ ആത്മാവിലൂടെയാണ്. ആ ആത്മാവിനെ കുറിച്ച് തെറ്റായിട്ട് ധാരണയാണ് ഇന്ന് പലരും പരത്തുന്നത്. മിനിസ്റ്റർ ഹിൽ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദി പേഴ്സണാലിറ്റി ഓഫ് ദി ഫാദർ ആൻഡ് ദി സൺ, also the unity that exists between them are present in the 17th chapter of John in the prayer of Christ for disciples. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും വ്യക്തിത്വങ്ങളും, 2 വ്യക്തിത്വങ്ങൾ, അതേപോലെ അവർ തമ്മിലുള്ള ഐക്യത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. The unity that exists between Christ and disciple does not destroy the personality of either. ഇവിടെ പറയുന്നത് അവർ തമ്മിലുള്ള ഐക്യം ക്രിസ്തു തന്റെ ശിഷ്യന്മാരും
ഞാൻ എൻ്റെ പിതാവിൽ ഒന്നായിരിക്കുന്നത് നിങ്ങൾ എന്നിൽ ഒന്നാകാൻ പറയുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാർ ഒന്നാകുമ്പോൾ ക്രിസ്തു വേറൊരു വ്യക്തിത്വമാണ്, ശിഷ്യന്മാർ വേറെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം നശിപ്പിക്കപ്പെടുന്നില്ല. ദേ ആർ വൺ ഇൻ പർപ്പസ്, ഇൻ മൈൻഡ്, ഇൻ ക്യാരക്ടർ, ബട്ട് നോട്ട് ഇൻ പേഴ്സൺ. ഇതാണ് അഡ്വന്റിസ്റ്റുകാർ വിശ്വസിക്കുന്ന വേദപുസ്തകപരമായ സത്യം. പിതാവും പുത്രനും ദേ ആർ വൺ ഇൻ, അവർ ഒന്നാണ്, ഏകനാണ്. എങ്ങനെ? അവരുടെ മനസ്സിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ അല്ലാതെ വ്യക്തികളിലല്ല. ഇറ്റ് ഇസ് ദാസ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് വൺ. ഇങ്ങനെയാണ് ക്രിസ്തുവും ദൈവവും ഒന്നാകുന്നത്. അതിനുശേഷം പറയുന്നു, ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഡിസർവേജസിൽ 671 sin could be resisted and overcome only through the mighty agency of the third person of the Godhead. Third person of the Godhead. പാപം നമുക്ക് എതിർത്ത് നിൽക്കാനും അതിനെ അതിജീവിക്കാനും പരിശുദ്ധാത്മാവ് എന്ന നിത്യ ശക്തി ഗോഡ് ഹെഡിലെ മൂന്നാമത്തെ വ്യക്തിയെ പരിശുദ്ധാത്മാവിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഹൂ കുഡ് കം വിത്ത് നോ മോഡിഫൈഡ് എനർജി ബട്ട് ഇൻ ഫുൾനെസ് ഡിവൈൻ പവർ. വേറൊരു ശക്തിയുടെ എല്ലാം വരുന്നത്, പക്ഷെ ദൈവത്തിന് മുഴുവൻ ശക്തിയോടെ. ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ദാറ്റ് മേക്ക് എഫക്ച്വൽ വാട്ട് ഹാസ് ബീൻ റോട്ട് ബൈ ദ വേൾഡ്സ് റെഡീമർ. ദൈവത്തിന് ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഗുണകരമായി മാറ്റുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. Christ has given his spirit as a divine power to overcome all hereditary and cultivated tendencies to evil and impress his own character upon his church. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ക്രിസ്തുനാണ് ആത്മാവിനെ തന്നത് നമ്മുടെ ജന്മനാൽ നമുക്കുള്ള ദുശീലങ്ങളും നമ്മൾ വളർത്തിയെടുത്ത ദുശീലങ്ങളും എല്ലാം അതിജീവിച്ച് അവന്റെ സ്വഭാവം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ആരുടെ സ്വഭാവം? ദൈവത്തിന്റെ സ്വഭാവം. ഇനി ഈ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഇന്ന് പലരും വ്യാഖ്യാനിക്കാനും തെറ്റായിട്ട് ഉപദേശം കൊടുക്കും. പക്ഷേ നമ്മൾ സ്പിരിറ്റ് ഓഫ് പ്രൊഫസൽ ചില കൊട്ടേഷൻസിനെ നമ്മൾ മറന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ വ്യാഖ്യാനിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്ന പുസ്തകത്തിൽ 51-ാമത്തെ പുറത്തിൽ 3-ാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ അസ് ടു ബി ഏബിൾ ടു ഡിഫൈൻ ജസ്റ്റ് വാട്ട് ദി ഹോളി സ്പിരിറ്റ് ഈസ്. എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ്, ഇത് എന്താകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല. ക്രൈസ്റ്റ് ടെൽസ് ദ സ്പിരിറ്റ് ഇസ് എ കംഫർട്ടർ. ക്രിസ്തു പറഞ്ഞു അവൻ കാര്യവിചാരകനാകുന്നു, കാര്യസ്ഥനാകുന്നു. ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് വിച്ച് പ്രൊസീഡ് ഫ്രം ദ ഫാദർ. സത്യത്തിന്റെ ആത്മാവാകുന്നു പിതാവിൽ നിന്ന് വരുന്നതായിട്ട്. ഇറ്റ് ഈസ് പ്ലെയിൻലി ഡിക്ലെയർഡ് ദാറ്റ് റിഗാർഡിംഗ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഇൻ ഹിസ് വർക്ക് ഓഫ് ഗൈഡിംഗ് മെൻ ടു ഓൾ ട്രൂത്ത് ഹി ഷാൽ നോട്ട് സ്പീക്ക് ഓഫ് ഹിംസെൽഫ്. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാ വ്യക്തികളെ സത്യത്തിലേക്ക് നയിക്കുന്ന അവൻ തന്നെ കുറിച്ച് ഒരിക്കലും പറയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 15:16. ഇനി നമ്മൾ ശ്രദ്ധിക്കാം. 52-ാമത്തെ പുറത്ത് പറയുന്നത് ദി നേച്ചർ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഈസ് എ മിസ്റ്ററി. പരിശുദ്ധാത്മാവിന്റെ പ്രകൃതം എന്ന് പറയുന്നത് അതൊരു മർമ്മമാണ്. ഇന്ന് ആന്റി ട്രിനിറ്റേറിയൻസ് എന്ത് ചെയ്യുന്നു? ആ പരിശുദ്ധാത്മാവിന്റെ മർമ്മത്തെ വ്യാഖ്യാനിക്കുന്നു. ട്രിനിറ്റേറിയൻസ് എന്ത് ചെയ്യുന്നു? കാത്തലിക് ട്രിനിറ്റേറിയൻസ് എന്ത് ചെയ്യുന്നു? ആ പരിശുദ്ധാത്മാവിന്റെ നേച്ചർ അല്ലെങ്കിൽ പ്രകൃതത്തെ വ്യാഖ്യാനിക്കും. പക്ഷെ ഇവിടെ വ്യക്തമാകുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രകൃതം, നേച്ചർ ഇസ് എ മിസ്റ്ററി. അതൊരു മർമ്മമാണ്, അത് നിഗൂഢമായ കാര്യമാണ്. അപ്പോൾ എന്തിനു നമ്മൾ അതിൽ സമയം ചെലവിടുന്നു അനാവശ്യമായി? ഇത് പിശാചിന്റെ വഞ്ചനയാകുന്നു ദൈവമക്കളെ. മെൻ കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് ബിക്കോസ് ലോർഡ് ഹാസ് നോട്ട് റിവീൽഡ് ടു ദം. മനുഷ്യനെ അത് വിവരിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? ദൈവം അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല. അപ്പൊ ഈ ജനങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തത് ആരാകുന്നു? പിശാചാണ്. ഇവിടെ വ്യക്തമാകുന്നു മനുഷ്യന് അത് മനസ്സിലാക്കാൻ നമുക്ക് വിവരിക്കാൻ സാധിക്കും. ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. Men have fanciful views may bring to the positive scripture and put a human construction. അവരെന്ത് ചെയ്യും? പല തിരുവചനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെയായ ഒരു ചിന്തകളെ അവർ അടിച്ചേൽപ്പിക്കാൻ നോക്കും. അതല്ല അവർ ചെയ്യുന്നത്. But the acceptance of these views will not strengthen the church. ഇതിനെ നമ്മൾ അംഗീകരിക്കുന്നു, നമ്മുടെ സഭ ഇത് ശക്തീകരിക്കുന്നില്ല. Regarding such mysteries, അതേപോലെ മർമ്മങ്ങൾ, കുറച്ച് മർമ്മങ്ങൾ അങ്ങനെ ഉണ്ട്, which are too deep for human understanding, silence is golden. നമ്മുടെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തോളം അഗാധമാകുമ്പോൾ അതിൽ നിശബ്ദമായിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ നിശബ്ദമായിട്ട് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം പ്രവചനരേഖ അതാണ് എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷേ പ്രവചനരേഖ പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് നിങ്ങളോട് പറയാം. The office of the Holy Spirit is distinctly specified in the words of Christ. പരിശുദ്ധാത്മാവിന്റെ ജോലി എന്തൊക്കെയാകുന്നു എന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ വ്യക്തമാകുന്നു. ഞാൻ എല്ലാത്തിലും വായിക്കുന്നില്ല. To the repentant sinner hungering and thirsting for righteousness, the Holy Spirit revealed the Lamb of God that take away sin of the world. വിശക്കുന്ന, നീതിക്ക് ദാഹിക്കുന്ന ഓരോ പാപികൾക്കും പരിശുദ്ധാത്മാവ് ക്രിസ്തു എന്ന കുഞ്ഞാടിനെ, ലോകത്തിന് പാപം ചുമക്കുന്ന കുഞ്ഞാടിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു.
അടുത്ത അതേപോലെ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് 53 പറയുന്നു, ദി സ്പിരിറ്റ് ഈസ് ഗിവൻ ആസ് എ റീജനറേറ്റീവ് ഏജൻസി ടു മേക്ക് എഫക്ച്വൽ ദി സാൽവേഷൻ ബ്രോട്ട് ബൈ ദി ഡെത്ത് ഓഫ് അവർ റിഡീമർ. നമ്മളെ പുതുക്കുന്ന ഒരു ശക്തിയാകുന്നു. ക്രിസ്തു ക്രൂശില വശ മരണത്തോടെയുള്ള രക്ഷ നമുക്ക് അനുഭവത്തിലാക്കി തീർക്കുന്ന ആദ്യം കൊണ്ടാണ് പരിശുദ്ധാത്മാവ്. സ്പിരിറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി സീക്കിംഗ് ടു ഡ്രോ ദി അറ്റൻഷൻ ഓഫ് മെൻ ടു ദി ഗ്രേറ്റ് ഓഫറിംഗ് ദാറ്റ് വാസ് മെയ്ഡ് ഓൺ ക്രോസ് ഓഫ് കാൽവരി. പരിശുദ്ധാത്മാവ് നിത്യവും നമ്മുടെ ഓരോരുത്തരും ശ്രദ്ധ കാൽവരിയിൽ അവൻ വഹിച്ച ആ മഹായാഗത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. From the beginning, God has been working by His Holy Spirit through human instrumentalities for accomplishment of His purpose in behalf of fallen race. ആരംഭം മുതൽ തന്നെ ദൈവം പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യരാശിയിൽ പ്രവർത്തിച്ചു. This was manifest in lives of patriarchs. ഗോത്രപിതാക്കന്മാരുടെ ജീവിതത്തിൽ ഇത് നമുക്ക് വെളിപ്പെട്ട് വരുന്നു. To the church in the wilderness also. മരുഭൂമിയിലായിരിക്കുന്ന സഭയ്ക്കും in the time of Moses. മോശയുടെ സമയത്ത് God gave His good spirit to Israel. നെഹമ്യ 9:20 പറയുന്നു, മോശയുടെ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് നൽകിയിരുന്നു. ഇനി വേറൊരു വാക്യം, അതിന്റെ വിധത്തിൽ ഞാനിത് അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ റോമർക്ക് ലേഖനം 8-ാം അധ്യായം. നമുക്കറിയാം ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, പക്ഷേ പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, രണ്ടുപേരും. അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസം എന്താണ്? നമുക്ക് ആദ്യം തിരുവചനം വായിക്കാം. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 26-27. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 26-27. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നമുക്ക് തുണ നിൽക്കുന്നു. നമുക്ക് എങ്ങനെ വേണ്ടും, നമ്മൾ യഥാർത്ഥ വിധത്തിൽ എങ്ങനെ എത്രത്തോളം പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതാ എന്ത് ചെയ്യുന്നു? ഒരിക്കലും ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കത്താൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്താണ് ഈ പക്ഷപാതം? ഞാൻ അതിലേക്ക് കിടക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. 27-ാം വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തയും ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ദൈവത്തിന്റെ ആത്മാവ്. എന്റെ ചോദ്യം ഇതാകുന്നു, ആർക്ക് മാത്രമാണ് നമ്മുടെ മനുഷ്യന്റെ ചിന്തകളെ വായിക്കാൻ ഹൃദയത്തെ വായിക്കാൻ സാധിക്കുന്നു? ദൈവം. ഹൃദയത്തിൽ വ്യക്തമാകുന്നു. പരിശുദ്ധാത്മാവിന് അത് സാധിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവമല്ലാതെ പിന്നെ വേറെന്താണ്? ഇനി ഇത് മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒരു കൊട്ടേഷൻ, സെലക്ടഡ് മെസ്സേജസ് വോളിയം 1 344 പറയുന്നത്, ജീസസ് ഇസ് ഒഫീഷ്യേറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ക്രിസ്തു പിതാവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഓഫറിംഗ് അപ്പ് ഹിസ് ഷെഡ് ബ്ലഡ് ആസ് ഹാസ് ബീൻ ലാംബ് സ്ലേൻ. അവന്റെ രക്തം, കുഞ്ഞാടായിട്ട് അവൻ മരിച്ച തന്റെ രക്തം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ക്രൈസ്റ്റ് അവർ മീഡിയേറ്റർ ആൻഡ് ഹോളി സ്പിരിറ്റ് ആർ കോൺസ്റ്റന്റ്ലി ഇന്റർസീഡിംഗ് ഇൻ മാൻസ് ബിഹാഫ്. ക്രിസ്തു എന്ന നമ്മുടെ മധ്യസ്ഥനും പിന്നെ പരിശുദ്ധാത്മാവും രണ്ട് വ്യക്തികളാകുന്നു അല്ലെ. ക്രിസ്തു എന്ന മധ്യസ്ഥനും പിന്നെ പരിശുദ്ധാത്മാവും ആർ കോൺസ്റ്റന്റ്ലി ഇന്റർസീഡിംഗ് ഇൻ മാൻസ് ബിഹാഫ്. മനുഷ്യന് വേണ്ടി എപ്പോഴും പക്ഷപാതം ചെയ്യുന്നു. പക്ഷേ ദ സ്പിരിറ്റ് പ്ലീഡ് നോട്ട് ഫോർ us as does Christ. ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നത് പോലെയല്ല ആത്മാവ് പക്ഷപാതം ചെയ്യുന്നത്. ഈ കൂട്ടർ എന്ത് പറയുന്നു? അവർ രണ്ടും ഒന്നാണ്. അവർ രണ്ടും ഒന്നാണെങ്കിൽ അവർ രണ്ടും ഒരേപോലെയല്ല പക്ഷപാതം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു അവർ രണ്ടും പക്ഷപാതം ചെയ്യുന്നു ഒരേപോലെയല്ല. ക്രിസ്തു എന്ത് ചെയ്യുന്നു? ഹു പ്രസന്റ് ഹിസ് ബ്ലഡ് ഷെഡ് ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അവന്റെ രക്തം നമുക്ക് വേണ്ടി മരിച്ച രക്തം, ചൊരിഞ്ഞ രക്തം കാണിച്ചുകൊണ്ടാണ്. ദ സ്പിരിറ്റ് വർക്ക് അപ്പോൺ ഹാർട്ട്സ്. പക്ഷെ ആത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിന്മേൽ പ്രവർത്തിക്കുന്നു. ഡ്രോയിങ് ഔട്ട് പ്രേയേഴ്സ് ആൻഡ് പെനിറ്റൻസ്, പ്രേസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ്. ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥനയും അനുതാപവും നന്ദിയും സ്തുതിയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. നമ്മൾ എന്താണ് നേരത്തെ വാക്കില്ല റോമർ 8 വേണ്ടുവോളം പ്രാർത്ഥിക്കുന്ന എന്ന് നമ്മൾ അറിയാത്തത് കൊണ്ട് ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തത് ഉച്ചരിച്ച ഞെരുക്കങ്ങൾ നമുക്ക് വേണ്ടുമെന്ന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ആത്മാവ് പക്ഷപാതം ചെയ്തെന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചിരുന്നു. ആ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥ അനുതാപവും അതേപോലെ യഥാർത്ഥ പ്രാർത്ഥനയും യഥാർത്ഥ നന്ദിയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. എത്ര മനോഹരം! നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് എത്രത്തോളം ആവശ്യമാകുന്നു എന്ന് കാണും. ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് കൊട്ടേഷൻ കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ക്രിസ്ത്യൻസ് should bear in mind that God has a personality as verily as Christ. പിതാവേ, ദൈവത്തിന് ക്രിസ്തുവ പോലെയുള്ള വ്യക്തിത്വമുണ്ട്. എന്നിട്ട് ഇനി മാൻസ്ക്രിപ്റ്റ് റിലീസസ്, ഇത് മാൻസ്ക്രിപ്റ്റ് റിലീസസ് 110 18 മാൻസ്ക്രിപ്റ്റ് റിലീസ്. ഇനി 20 മാൻസ്ക്രിപ്റ്റ് റിലീസസ് 69.1 പറയുന്നു, ഹോളി സ്പിരിറ്റ് ഹാസ് എ പേഴ്സണാലിറ്റി. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, അതെന്താണ്? അതിനൊരു വ്യക്തിത്വമുണ്ട്. എൽസ് he could not bear witness to our spirits
ആൻഡ് വിത്ത് അവർ സ്പിരിറ്റ്സ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അല്ലെങ്കിൽ അവന് നമുക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ സാധിക്കില്ല. അത് നമ്മുടെ നമ്മുടെ ആത്മാവോട് നമ്മൾ ആരാകുന്നു? ദൈവത്തിന്റെ മക്കളാകുന്നു. ഹി മസ്റ്റ് ആൾസോ ബി ഡിവൈൻ പേഴ്സൺ. അവൻ ഡിവൈനായ വ്യക്തിയും കൂടെ ആകണം. എൽസ് ഹി കുഡ് നോട്ട് സെർച്ച് ഔട്ട് ദി സീക്രട്ട് വിച്ച് ലൈ ഹിഡൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ള സത്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ അവന് സാധിക്കില്ലായിരുന്നു, അവൻ ദൈവമല്ലെങ്കിൽ. പിശാചിന് പോലും സാധിച്ചിട്ടില്ല. ലൂസിഫർ ആയിരുന്ന സമയത്ത് അവന് ദൈവത്തിന്റെ ഹൃദയത്തിൽ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിന്റെ ചിന്തകളെ നമുക്ക് കാട്ടിത്തരുന്നത്, നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവൻ ദൈവമല്ലാതെ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരാൻ സാധിക്കില്ല. ഓക്കെ, ഇനി Holy Spirit is a comforter in Christ's name. He personifies Christ, yet is a distinctive personality. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനാകുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ. അവൻ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് അവൻ ഒരു ശക്തിയല്ല, പക്ഷെ അവന് വേറൊരു വ്യക്തിത്വം അവന് ഉണ്ട്. അവൻ വേറൊരു വ്യക്തിയാണ്. ഇന്ന് ചില വാദിക്കുന്ന പോലെ അവൻ ഭൂമിയിൽ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുകയാണ്, ക്രിസ്തു തന്നെയാണ്. അല്ല, ഇവിടെ പറയുന്നുണ്ട് ഹി പേഴ്സണിഫൈസ് ക്രൈസ്റ്റ്. അവൻ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു, പക്ഷെ അവന് വേറൊരു വ്യക്തിത്വം ഉണ്ട്. The unity that exists between Christ and disciples does not destroy the personality of either. നേരത്തെ വാശാണ് ക്രിസ്തുവും ശിഷ്യന്മാരും ഒന്നാകുന്നത് അവരുടെ വ്യക്തിത്വങ്ങളെ ഉപേക്ഷിക്കാത്ത പോലെ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്. പക്ഷേ ആ 3 പേരുടെ വ്യക്തിത്വം ഇത് നശിപ്പിക്കുന്നില്ല. ഈ 4 ക്ലാസ്സിൽ കൂടി തൃത്വത്തിന്റെ അടിസ്ഥാന സത്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഈ സീരീസ് അവസാനിക്കുകയാണ്. ഞാൻ നേരത്തെ പറയും, എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇനി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് എഴുതി അറിയിക്കാം. ഫേസ്ബുക്ക് പേജിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അവിടെ ഇമെയിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും, റൈറ്റ് മെസ്സേജ്, അല്ലെങ്കിൽ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് വേറൊരു വീഡിയോ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഉത്തരം നൽകുന്നതായിരിക്കും. അതില്ലെങ്കിൽ ഇത് തന്നെയാകുന്നു ഇതിൻ്റെ അവസാന ഭാഗം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മൾ പിന്മയുടെ കാലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് നമുക്ക് മുൻപ് വേണം. ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് വേണ്ടുവോളം പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ക്രിസ്തുവിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവം ആരാകുന്നു എന്ന് വെളിപ്പെടുത്തി തരുന്നു. അത് മനസ്സിലാക്കാൻ ദൈവം നമ്മൾ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളിൽ വാത്സല്യ പിതാവേ, ഈ പഠനത്തിൽ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായ കൃപ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, അടികൾ കുറച്ച് സമയം പിതാവ് നിന്നോട് ചെലവിട്ട് പിതാവ് നിന്റെ ഈ സത്യങ്ങളെ മനസ്സിലാക്കാൻ തന്ന ഒരു അവസരം തന്നിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, തൃത്വത്തിന്റെ നമ്മൾ വിശ്വസിക്കുന്ന തൃത്വം കാത്തലിക് വിശ്വസിക്കുന്ന തൃത്വം വേറെ ആകുന്നു. അതേപോലെ ഇപ്പോൾ അഡ്വന്റിസ്റ്റിന്റെ ഇടയിൽ പിതാവെ ഉള്ള ഈ ദുരുപദേശം നമ്മളെ തെറ്റിക്കുന്നതാകുന്നുവെന്നും ഇന്ന് ജനങ്ങൾക്ക് നീ മനസ്സിലാക്കി കൊടുത്തു എന്ന് അടിയൻ വിശ്വസിക്കുന്നു. പിതാവെ, ഇതാക്കി ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിടത്തിലുള്ള സംശയങ്ങൾ വിഷയം പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യനാളിൽ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ പക്ഷേ എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ. ആമേൻ.